എൻ്റെ പേര് സെറിൻ എന്നാണ്. ഞാനാണ് ഉച്ചതിരിഞ്ഞ് 4:30 തൊട്ട് 5 മണി വരെ ബൈബിള് വായിച്ചിരുന്നത്. എനിക്കൊരു വലിയൊരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ റോസ് ചേച്ചിക്ക് വോയിസ് ഇട്ടിരുന്നു. ആ സമയത്ത് ആൾ ഒന്ന് പറയുമെന്ന് പറഞ്ഞ കാരണം എനിക്കും വളരെ വലിയൊരു അനുഭവം നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കണം തോന്നി. അപ്പോൾ അത് പറയാനാണ് ഞാനിപ്പോൾ വോയിസ് ഇടുന്നത്. എനിക്ക് 4:30 തൊട്ട് വായിക്കുന്നത് ബിജി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഷെയർ ചെയ്ത് തന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞങ്ങൾക്ക് ഓൾറെഡി ഞാനും ഹസ്ബൻഡും എൻ്റെ മോളും കാനഡ മൈഗ്രേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഫിനാൻഷ്യലി ഓൾറെഡി ഒരുപാട് പൈസയുടെ ആവശ്യങ്ങളുണ്ട്. പ്ലസ് അതിനൊപ്പം ഞങ്ങളൊരു ലാൻഡ് മേടിച്ചു കൊടുത്ത് ഞങ്ങൾക്ക് വീട് പണിയണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. കാരണം ഇപ്പോൾ താമസിക്കുന്ന വീട് വളരെ കൺജസ്റ്റഡ് ആണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി താമസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ പുതിയ സ്ഥലത്ത് വീട് വെക്കണമെന്ന് ഞങ്ങൾ ഇടയിൽ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ഈ കൊറോണ ഒക്കെ വന്നപ്പോൾ മെറ്റീരിയൽസിനൊക്കെ വില കൂടിയപ്പോൾ ഞങ്ങൾക്ക് അത് താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താണ്. പിന്നെ കാനഡയിലേക്കും ഞങ്ങൾക്ക് മൈഗ്രേഷൻ ആകുമ്പോൾ പിന്നെ അവിടെ അങ്ങനെ ഒരു വീട് ഒരു യൂസ് ഇല്ലാതെ അവിടെയൊക്കെ എടുക്കും. അപ്പോൾ ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ അങ്ങനെ ചെയ്തിട്ട് ആവശ്യമില്ല എന്നുള്ളത് കണ്ടിട്ട് ഞങ്ങൾ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടിന് എക്സ്റ്റൻഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ. അപ്പോൾ അത് മമ്മിക്ക് വളരെ ബുദ്ധിമുട്ടാതെ അങ്ങനെ പറഞ്ഞപ്പോൾ ആൾ വിചാരിച്ചിരുന്നു പുതിയൊരു വീട്, ആ ഒരു സന്തോഷമായിരുന്നു ആൾക്കുണ്ടായിരുന്നത്. അപ്പോൾ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞപ്പോൾ ആൾക്കത് മനസ്സിന് തീരെ സങ്കടം വന്നു ആളെ സംബന്ധിച്ച്. അപ്പോൾ ആൾക്ക് ഭയങ്കര ടെൻഷൻ. പുതിയ വീടെന്ന് പറഞ്ഞിട്ട് ആ സ്ഥാനത്ത് ഇപ്പോൾ എക്സ്റ്റൻഷനല്ല എടുക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല ആൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ അത് പറ്റുന്നില്ല. എക്സ്റ്റൻഷൻ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ടെൻഷൻ, സങ്കടം അങ്ങനെ. അപ്പോൾ ഞാൻ തിങ്കളാഴ്ച തൊട്ട് വായന തുടങ്ങിയത്. അതിൽ ബുധനാഴ്ചയാണ് എനിക്ക് ഒരു അനുഭവം വരുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മീനെ ഞാൻ ഒരുപാട് സമാധാനപ്പെടുത്തുന്നുണ്ട്. നമുക്കതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ നടന്നാൽ പോരെ, പൈസ ചിലവ് കുറയുമല്ലോ എന്നൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് മമ്മി ഇങ്ങനെ ടെൻഷൻ അടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് മമ്മി സങ്കടപ്പെടേണ്ട, നമുക്ക് അത് സാരില്ല, അത് കുഴപ്പമില്ല, ഞങ്ങൾക്ക് അതുകൊണ്ട് വിഷമമില്ല എന്നൊക്കെ പറഞ്ഞ് മമ്മീനെ സമാധാനപ്പെടുത്തുന്നുണ്ടെങ്കിലും മമ്മി അതൊരു കറക്റ്റ്, അതായത് ആ ടെൻഷൻ മമ്മിയുടെ കുറയുന്നില്ല. അങ്ങനെയാണ്. പക്ഷെ ഞാനൊരിക്കലും ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ലായിരുന്നു. എനിക്കും ആഗ്രഹം അങ്ങനെയൊക്കെ ആയിരുന്നു, പുതിയ വീട് വേണം, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷേ എനിക്കെന്തോ ആ സമയത്ത് അങ്ങനെ പറയാനാണ് തോന്നിയത്. അതിനുശേഷം ഞാൻ 4:30, ഇതൊരു 4:15 സമയത്താണ് ഞാൻ ഈ മമ്മിയുടെ അടുത്ത് സംസാരിക്കുന്നത്. ശേഷം ഞാൻ 4:30 ബൈബിൾ റീഡിങ് തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് കിട്ടിയത്, അന്ന് ഒരു ബുധനാഴ്ചയാണെന്ന് തോന്നുന്നു, എനിക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആകുലപ്പെടേണ്ട, നിങ്ങളൊന്നിനെ കുറിച്ചും ടെൻഷൻ അടിക്കേണ്ട, അതാത് കാര്യങ്ങൾ അതാത് സമയത്ത് നടക്കുമെന്നുള്ള കണ്ടന്റുള്ള ഞാൻ എന്താണ് മമ്മിയോട് പറഞ്ഞത് അത് തന്നെയാണ് ദൈവവും ആഗ്രഹിച്ചത്. ആ സെയിം കണ്ടന്റിലുള്ള ബൈബിൾ വചനങ്ങളാണ് എനിക്ക് അവിടെ വായിക്കാൻ പറ്റിയത്. നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ വീട്ടുകളെല്ലാവരും കേൾക്കുമല്ലോ. അപ്പോൾ മമ്മിക്ക് അത് കേട്ടപ്പോൾ മമ്മിക്ക് വളരെയധികം, മമ്മി ആകെ സർപ്രൈസ്ഡ് ആയിപ്പോയി. അപ്പോൾ ദൈവവും അതാണ് ആഗ്രഹിക്കുന്നത് എന്ന് മമ്മിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിലൂടെ മമ്മിയുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ മമ്മിക്ക് കുറയ്ക്കാൻ പറ്റിയപ്പോൾ ദൈവം ഞങ്ങളുടെ ഇടയിൽ സംസാരത്തിൽ പോലും ദൈവം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു അത്ഭുതം മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് അതിലൂടെ സാധിച്ചു. അതിന് ഇങ്ങനൊരു സാഹചര്യം ഒരുക്കി തന്ന നിങ്ങളെല്ലാവർക്കും നന്ദി പറയുന്നു.